ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. മാഡത്തിന്റെ പേരെന്താ? എൻ്റെ പേര് അമ്പിളി എന്നാണ്. അമ്പിളി. ഈ ഒരു ബാങ്കിലെ ഞാനിവിടെ കുന്നുകര റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെക്രട്ടറിയാണ്. സെക്രട്ടറി. ഓക്കെ. നമുക്ക് ഈ ബാങ്കിൽ ഈ ഒരു ജൈവ പ്രോഡക്ട്സ് കുറച്ച് വിൽപ്പനയ്ക്ക് എന്നൊക്കെ ഞാൻ അവിടെ കണ്ടു. എന്താണ് സംഭവം? സാറേ, ഇത് കുന്നുകര റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കീഴിൽ ഒരു സ്വാശ്രയ ഗ്രൂപ്പ് നടത്തുന്ന ഒരു സ്ഥാപനമാണത്. ഇത് നമ്മളൊരു പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടി ചെയ്യുന്നതല്ല. നമ്മളത് ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയിൽ അതിന് ഒരു ആളുകൾക്കൊരു മോട്ടിവേഷന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഓർഗാനിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ നെയ്യാണ്, ഞങ്ങളുടെ നെയ്യാണ്. നാടൻ കർഷക മിത്രം. അതായത് ഈ ഗ്രൂപ്പിൻ്റെ പേര് കർഷക മിത്രം എന്നാണ്. അപ്പോൾ സ്വാശ്രയ ഗ്രൂപ്പാണ്, അവരുടെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേരിട്ടേക്കണം മിത്രം എന്ന്. KRC ബാങ്ക്, കുന്നുകര റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതാണ്. ഇവിടെ പാല് കളക്ട് ചെയ്ത് ഞങ്ങൾക്കൊരു ഫാമുണ്ട്. ആ ഫാമിലെ പാലും അല്ലാതെ കർഷകരുടെ പാല്, അതെ, ആ ഫാമിലെ പാല് അത് ഞങ്ങൾ തന്നെ പ്രോസസ്സ് ചെയ്ത് ഇവിടുത്തെ കുട്ടികൾ, ബാങ്കിലെ കുട്ടികൾ തന്നെ തൈരാക്കി അതിൽ നിന്ന് വെണ്ണ കടഞ്ഞ് നെയ്യ് ആക്കി ഞങ്ങൾ തന്നെ എല്ലാം നാച്ചുറൽ മാനുവൽ ആയിട്ടുള്ള പ്രോസസ്സിൽ ചെയ്യുന്നതാണ് ഇതെല്ലാം. ഇത് വെണ്ണയാണ്. 100 ഗ്രാമിന് 75 രൂപ. കണ്ടോ? അപ്പോൾ പിന്നെ ഇത് നെയ്യാണ്. ഇത് മറ്റേ സാധാ HFൻ്റെ നെയ്യും പിന്നെ വെച്ചൂരിൻ്റെ നെയ്യും, വെച്ചൂർ പശുവിൻ്റെ വെച്ചൂരിൻ്റെ നെയ്യ് ഇതാണ് വെച്ചൂരിൻ്റെ എന്ന് പറഞ്ഞാൽ 1 കിലോന് 3000 രൂപ വരും. 3000 രൂപ. ഇത് അര കിലോ 1500. ഇത് കിലോ 1500 HFൻ്റെ. അതിനൊരു റീസൺ ഉണ്ട്. HF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിന് പാല് കൂടുതലുണ്ടാവും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് പാലേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇത്രയും കേസസ്. പക്ഷെ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ മെഡിസിന് വേണ്ടി കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഇവിടെ ഒരുപാട് ഡോക്ടേഴ്സൊക്കെ, അലോപ്പതി ഡോക്ടേഴ്സൊക്കെ ഇത് കൊണ്ടുപോകുന്നത്. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടിസം പോലെയുള്ള ബാധിച്ച കുട്ടികൾക്ക് ഈ നെയ്യ് കൊടുത്ത വളരെ എഫക്റ്റീവാണെന്നാണ് പറയണേ, വെച്ചൂരിൻ്റെ എക്സസൈസ്. അപ്പം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്കത് കൊടുക്കാനില്ല. ഞങ്ങൾക്കിത് ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കാനില്ല എന്ന് വേണം പറയാം. അത്ര ഡിമാൻഡുള്ള സാധനമാണ്. അപ്പം നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ട് ഞങ്ങളത് പ്രോസസ്സ് ചെയ്ത് ചെയ്യുന്നത്. കാരണം ഇത് ഇത്രയും കിട്ടണമെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ടാണ്. അതെ, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നാടൻ മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊരുന്തുന്ന കോഴി ഉണ്ടല്ലോ, പൊരുന്തക്കോഴി, അതായത് അഴിച്ചിട്ട് വളർത്തുന്ന കോഴിയുടെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് എന്ന് തന്നെ പറയാം. മറ്റേ തീറ്റ കൊടുത്ത് അല്ല, അതും അത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പോകുന്ന ഒരു സാധനമാണ്. മറ്റേ മുട്ടയുണ്ട് ഇവിടെ, ഞാൻ ഇത് കാണിച്ചു എന്നുള്ളൂ. പിന്നെ നാടൻ താറാവിൻ്റെ മുട്ട, നാടൻ കാടമുട്ട, ഇപ്പം അതൊക്കെ തീർന്നിരിക്കുന്നു. ഈ സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള കർഷകർ തന്നെ ചെറുകിട കർഷകരാണ്. അപ്പോൾ അവർ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ സാധനം അതിന് ഡിമാൻഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തീർന്നു എന്നുള്ളത്. എത്രത്തോളം കർഷകരുടെ പ്രോഡക്റ്റുകൾ എത്തുന്നുണ്ട് ഇവിടെ? എങ്ങനെയായാലും ഒരു 10-30ഓളം കർഷകരുടെ എത്തുന്നുണ്ട്. എല്ലാം ഈ ബാങ്കുമായി ബന്ധപ്പെട്ട. അതെ. പിന്നെ സാർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലറ്റ്സ് തന്നെയാണ്. ഇത് ചോളത്തിൻ്റെ പൊടിയാണ്. പണ്ട് കാലത്ത് നമ്മളൊക്കെ കഴിച്ചിരുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് അതുകൊണ്ട് നമ്മളെടുത്തത് ചെയ്യുന്നതാണ്. ഇത് മറ്റേ എന്താ പറയുക, സ്റ്റീംഡ് പൊടിയാണ്. അതുപോലെ സ്റ്റീംഡാണ്. പിന്നെ റാഗിയുടെ പൗഡറുണ്ട്, ചാമ, പിന്നെ ചോളം, അങ്ങനെ കുറേ സാധനങ്ങളുടെയൊക്കെയാണ്. ഇത് മല്ലിപ്പൊടി നമ്മൾ തന്നെ ചെയ്യിക്കുന്നതാണ്. മല്ലി നല്ല പ്യുവറായിട്ടുള്ള രീതിയിൽ കഴുകി ഉണക്കി വൃത്തിയാക്കി വേറെ ഒന്നും ചേർക്കാതെ ചെയ്യുന്നതാണ്. അതുപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ തന്നെ മഞ്ഞളാണ്. മെഡിസിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആളുകൾ കൊണ്ടുപോകുന്നത്. മഞ്ഞളാണ്, മഞ്ഞൾ പൊടിച്ച് ചെയ്യുന്ന നല്ല. അതെ. ഇതുപോലെ വെളിച്ചെണ്ണ. അതെ, കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. ഇത് വെളിച്ചെണ്ണ. ഇത് ഒരു മായമില്ലാത്ത വെളിച്ചെണ്ണയാണ് നമ്മൾ ചെയ്യുന്നതാണ്. 1 കിലോ 250 രൂപയ്ക്കാണ്. ഇതൊന്നും ഡിമാൻഡ് 250 രൂപ. ഇതൊന്നും ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിനുള്ള ഇത് കിട്ടുന്നില്ല. ഞങ്ങളുടെ ഒരു ബാങ്കിലെ കുട്ടികൾ, പ്രത്യേകിച്ച് വേറെ സ്റ്റാഫൊന്നുമില്ല, ബാങ്കിലെ എംപ്ലോയീസ് തന്നെ എല്ലാവരും ഡിഗ്രി PG കഴിഞ്ഞ കുട്ടികളൊക്കെ. പക്ഷേ ഉദ്യോഗസ്ഥരാണ്. അതെ, പുറത്തുനിന്ന് ആരുമില്ല. അതെ, വേറെ അതിനു വേണ്ടി പ്രത്യേക ആരുമില്ല. അപ്പം അവരുടെ ഇല്ല, എല്ലാവരും ആ ഒരു മനസ്സുള്ളവരാണ്. അപ്പം അതുകൊണ്ട് അവരവരുടെ ഒരു കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് ചെയ്യുന്നുള്ളൂ. പിന്നെ സാറേ, ഒരു ഓർഗാനിക്കിൻ്റെ അരി ഉണ്ട് ഇവിടെ. ഇവിടെ കണ്ടോ, തവിട് കളയാത്ത അരി. ഇത് കുറുവ. ഇതെന്ന് പറയുന്നത് നമ്മളിവിടെ പാടത്ത് കൃഷി ചെയ്ത് എടുത്ത അരിയാണ്. അതായത് പ്യുവർ ഓർഗാനിക്. ഞങ്ങളുടെ ഫാമിലെ പശുവിൻ്റെ ചാണകവും മൂത്രവും മാത്രം ഉപയോഗിച്ച് ചെയ്തതാണ്. മനസ്സിലായോ? മൂത്രവും ചെയ്തതാണിത്, ചെയ്തതാണ്. അതിന്റെ പ്രോഡക്റ്റ് ആണത്. അതെ. ഇതും അതുപോലെ കുറുവ എന്ന് പറയുന്നത് ഇതിപ്പോൾ ജ്യോതിയാണ്. ഇത് അതിന് കിലോ 100 രൂപ വരും.
കിലോ 100 100 വരും. ശരിക്കും മെഡിസിനൽ പർപ്പസ് അതെ 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 അതെ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ വളരെ കുറയുന്നുള്ളതാണ്, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇത് ജ്യോതിയാണ്. ജ്യോതിക്ക് 90 രൂപയാണ്, കുറുവയ്ക്കാണ് 100 രൂപ വരെ. ഇത് ജ്യോതിയാണ്. കുറുവയും നമ്മളിവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെയുള്ള സീഡ്സ് നമ്മൾ കളക്ട് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ വെജിറ്റബിൾസിൻ്റെ കാര്യമാണ്. ഇത് ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയ വെജിറ്റബിൾസ് ആണ്. കണ്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. മറ്റേ മാർക്കറ്റിലെ ഇങ്ങനത്തെ കാണില്ല, ഇങ്ങനെ കാണില്ല. അതാണ് ഇത്. കണ്ടോ, ഇങ്ങനെയൊക്കെ പുൽക്കുത്തുള്ള വെണ്ടയൊന്നും നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും. അത് ഓർഗാനിക് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. നാടനാണ് ആണ്. പിന്നെ വിശ്വസിക്കാം. പിന്നെ ചീര, കുക്കുംബർ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇന്നിപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് സാധനങ്ങളുടെ ഇപ്പോൾ കുറവാണല്ലോ സാധനങ്ങൾ. അതുകൊണ്ടാണല്ലേ. അതെ അതെ അതെ. മറ്റേ പച്ചക്കറികളുണ്ട്, പക്ഷെ നമ്മൾ ഇതാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. നാടൻ ഐറ്റംസ് ആണ്. അപ്പോൾ അതിന് കുക്കുംബർ ധാരാളം ഉണ്ടാവാറുണ്ട്. പിന്നെ വെണ്ടയ്ക്ക. അതെ അതെ, കൂടുതൽ നാടൻ ഇല്ലെങ്കിൽ ആളുകൾ വരില്ല, മനസ്സിലായി. പിന്നെ പഴങ്ങളെല്ലാം തന്നെ, അതായത് ഈ ഏത്തപ്പഴം, അതെല്ലാം നമ്മുടെ നാടൻ ഐറ്റംസ് ആണ്. അതെ അതെ. പിന്നെ മറ്റുള്ള കടകളിലെ പോലെയുള്ള കൊണ്ടുവരുന്നത് അതൊക്കെ ലോക്കൽസ് ആണ്. ഇത് നിങ്ങൾക്ക് മറ്റുള്ള കടകളിലെ പോലെ ഭംഗി തോന്നൂല കാണുമ്പോൾ, പക്ഷേ ഇത് പക്ഷേ ഒക്കെ എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ്, പഴങ്ങളെല്ലാം. പിന്നെ എന്താ, പൈനാപ്പിൾ കണ്ടോ, ഓർഗാനിക് പൈനാപ്പിൾ ആണത്. അതെ 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 അതെ, ലോക്കൽ മാർക്കറ്റിലാണത്. അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്. ഇന്നിപ്പോൾ പ്രൊഡക്ട്സുകൾ കുറച്ച് കുറവായതുകൊണ്ടാണ്. ഇത് കുന്നുകര എന്ന് പറയും. അതായത് നെടുമ്പാശ്ശേരി എന്ന് നോർത്ത് പറവൂർ റൂട്ട്, നെടുമ്പാശ്ശേരി നോർത്ത് പറവൂർ റൂട്ടിൽ മാഞ്ഞാലിക്ക് പോകുന്ന വഴിക്ക്, മാഞ്ഞാലിക്ക് മുമ്പാണ് സ്ഥലം. ശ്രീനാരായണ മെഡിക്കൽ കോളേജിന് മുന്നായിട്ടാണ്, മുന്നിലായിട്ടാണ് ലൊക്കേഷൻ ഉള്ളത്. ബാങ്കിന്റെ പേര് കുന്നുകര റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്. കുന്നുകര കോപ്പറേറ്റീവ് ബാങ്ക് വേറെ ഉണ്ട്. സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് വേറെ ഉണ്ട്. ഇത് റൂറൽ കോപ്പറേറ്റീവ് ബാങ്കാണ് സാറേ. അതെ അതെ അതെ. ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഡിഗ്രി PG ഒക്കെ കുട്ടികളാണ്. പക്ഷെ എല്ലാവരും കർഷക ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നമ്മളുടെ ബ്ലഡിൽ അത് ഉള്ളത് കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. എല്ലാവരും നല്ല. ഇപ്പം ഞാനാണെങ്കിലും ഞാൻ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്ത് അതെ അതെ ഇതൊക്കെ ചെയ്യുന്നത്. ഈ പ്രോഡക്ട്സ് എല്ലാം പ്രോസസ് ചെയ്യുന്ന ആളുകളൊന്ന് പരിചയപ്പെടാം. അതെ അതെ. ഒന്ന് പറയാം. സന്ധ്യ. ഇത് സന്ധ്യയാണ്, ബാങ്കിലെ സ്റ്റാഫാണ്. ഷിജി. ഹരിഷ്മ. പ്രിയ. ദിവ്യ. അപ്പോൾ ഇത്രയും പേരുടെ കൈകളാണ് ഈ പറയുന്ന എല്ലാ പ്രോഡക്ട്സുകളും ഇങ്ങനെ പ്രോസസ് ഒക്കെ ചെയ്ത് ഇവിടെ വിൽക്കുക അല്ലേ? ഇവിടുത്തെ സ്റ്റാഫ് ഉണ്ടോ ഇത് വിൽക്കാനുള്ള സ്റ്റാഫ്? അയാളാണ് ദിവ്യ. ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ എല്ലാം ലേഡീസ് സ്റ്റാഫാണ്. ഞങ്ങളെല്ലാവരും ബാങ്കിലും 12 പേര് ലേഡീസാണ്. ഇവിടെ നിൽക്കുന്നതും ലേഡീസാണ്. രാവിലെ 7 മണിക്ക് തുടങ്ങും ഈ മാർക്കറ്റ്. രാവിലെ 7 മണിക്ക് രാത്രി 8:30 വരെയാണ് ഞങ്ങളുടെ സമയം. അപ്പോൾ 2 ഷിഫ്റ്റ് ആയിട്ടാണ്. രണ്ടും ലേഡീസ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് ആളുകൾക്ക് വന്ന് സെലക്ട് ചെയ്തെടുക്കാം, മനസ്സിലായി. നമ്മളങ്ങ് എടുത്തു കൊടുക്കല്ല. യെസ്. അപ്പോൾ അവർക്കത് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും വന്നെടുക്കാനൊക്കെ വലിയ സന്തോഷമാണ് അങ്ങനെയുള്ള ഇതാവുമ്പോൾ. ഓക്കെ. പിന്നെ കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? വരവൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാറേ. നന്നായി അവരുടെ വരണനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുള്ളൂ. ഓക്കെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഈ വീഡിയോ കണ്ട് നമ്മുടെ ഈ ലോക്കലുള്ള മറ്റൊരു കർഷകർ അവരുടെ പ്രോഡക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എടുക്കുമോ? തീർച്ചയായിട്ടും സാർ. അതായത് ജൈവ പ്രൊഡക്റ്റ് തന്നെ വേണം. അങ്ങനെയുള്ളവരും ബാങ്കുമായിട്ട് ഒന്ന് കോൺടാക്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് നല്ലൊരു മാന്യമായ വിലയിട്ട് പിന്നെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ താങ്ക് യു. എന്തായാലും ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് നന്ദി. നമ്മളിപ്പോൾ മാഡത്തിൻ്റെ കോൺടാക്ട് നമ്പർ, അതായത് ബാങ്കിൻ്റെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ഈ കോൺടാക്ട് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ കസ്റ്റമർക്ക് ഇപ്പോൾ ഇവിടെ വന്ന് തന്നെ വേണമെന്നുണ്ടോ, അതോ ഹോം ഡെലിവറി അങ്ങനെയല്ലോ ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു നമുക്ക് ആക്സസ് ഉള്ള ഏരിയയ്ക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാം. ഒരുപാട് ആളുകൾ 2-3 കിലോമീറ്റർ എത്തിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഒരുപാട് വീടുകളിലൊക്കെ അമ്മമാരൊക്കെ തന്നെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വിളിച്ചു പറയും. അപ്പം നമ്മൾ ഇവർ ലേഡീസ് ആയതുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ അവരെ എത്തിച്ചു കൊടുക്കും. ഓക്കെ മാഡം, എന്തായാലും താങ്ക് യു. അപ്പോൾ ഈ ഒരു ബാങ്കിൻ്റെ ഈ ഒരു പ്രവർത്തനം, ഈ ഒരു ജൈവ പ്രോഡക്ട്സ് വിൽപ്പന എന്തായാലും ഇനിയും നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.